ഹായ് ഫ്രണ്ട്സ്, ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഇരുമ്പൻ പുളി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇനി ഇരുമ്പൻ പുളി എന്നാണ് പറയുന്നത്. നമുക്കിന്ന് ഇത് അച്ചാറിട്ടാലോ? അപ്പോൾ കണ്ട് ഞാനത് കുറച്ചെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായ വെളുത്തുള്ളിയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങിയാലോ? ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചും ഉണ്ടാക്കാം. കുറച്ച് ദിവസം ഇരിക്കാനാണെങ്കിൽ നല്ലെണ്ണയായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ടേസ്റ്റ് എനിക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം, അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇഞ്ചി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. ഇതിന് ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചി എടുക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് കായം ഇട്ട് കൊടുക്കാം. കായം എൻ്റെത് പൊടിയല്ലാത്തത് കൊണ്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കട്ടക്കായമാണ്. ഇത് ഞാൻ പൊടിച്ചെടുത്തതാണ്. അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഉലുവയും കടുകും കൂടി പൊടിച്ചു വെച്ചത് 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിന്റെ പച്ച ചെവ മാറുന്നതുവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി ചേർത്തു. പുളി എന്ന് വെച്ചാൽ ഇരുമ്പൻ പുളിയാണ്. ഈ സമയം നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും ഇതിന്റെ നീരിറങ്ങി ഇതിനകത്തെല്ലാം പിടിക്കും. നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നല്ല എല്ലാം കറക്റ്റ് പരുവായി, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു. മുളക് പൊടിയും കായവും എല്ലാം ആ പുളിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫാക്കി വയ്ക്കാം. നേരാമണ്ണം തണുത്ത ശേഷം നല്ലൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ചു വയ്ക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ നല്ല ഇരുമ്പൻ പുളി അച്ചാർ റെഡിയായിട്ടുണ്ട്.